സത്യം ഒരിക്കലും ഞങ്ങളെ ഒന്നിക്കാൻ സമ്മതിക്കില്ലമ്മേ. പിന്നെ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നേ? നന്മ ചെയ്താലും പഴയ വേണ്ട, നമുക്ക് പോവാം. ഇനി ഇവിടെ നിൽക്കണ്ട. എല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ സങ്കടമുണ്ട്. പക്ഷെ നിന്റെ ഈ സങ്കടം കാണുമ്പോ ഒന്നുമല്ലെന്ന് എനിക്ക് തോന്നുക. പക്ഷെ ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞാ പിന്നെ വിഷ്ണുവായി മോൾക്ക് ഒരിക്കലും അടുക്കാൻ പറ്റില്ല. ഒരു ജീവിതവും ഉണ്ടാവില്ല നിനക്കും വിഷ്ണുവിനും. നിന്നെ മറന്നുകൊണ്ട് ഇനി അവൻ ഒരിക്കലും മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനും പോകുന്നില്ല. അപ്പോ ആലോചിച്ച് തന്നെ ഒരു തീരുമാനം എടുക്ക്. അല്ലെങ്കിൽ വിഷ്ണുവിനോട് സംസാരിച്ച് മറ്റെന്തെങ്കിലും ഒരു വഴി കാണ്. ഇത്രയും നാളായിട്ട് കാണാൻ പറ്റാത്ത എന്ത് വഴിയാ മീനി ഞങ്ങൾ കാണുക? ചേരേണ്ടവരാണെങ്കിൽ ദൈവം ഇതിനു മുമ്പ് ചേർത്തേനെ. ഇനി ഒരു ഒന്നിക്കൽ അതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. എന്നിലെ പ്രതീക്ഷ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല മോളെ. വിഷ്ണുവിന്റെ ജീവിതം പൂർണ്ണമാകണമെങ്കിൽ നീ കൂടി അവന്റെ കൂടെ വേണം. ഒരു അവസാന ശ്രമം എന്ന നിലയിൽ ഒന്നുകൂടി സംസാരിക്കായിരുന്നു. പിന്നീട് അതൊരു കുറ്റബോധമായി ഉള്ളിക്കിടക്കില്ലല്ലോ. അമ്മേ, ഞാൻ റെഡിയായി. ഇനി പറ, നമ്മൾ എങ്ങോട്ടാ? നമ്മള് ദൂരെ ഒരു സ്ഥലത്തേക്ക്. സ്ഥലത്തിന് പേരില്ലേ? ഇതിന് പേരിട്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമായ സ്ഥല. അവിടെ ചെന്ന് ഇങ്ങോട്ട് പോരാനേ തോന്നില്ല. അത് പറ്റില്ല. ടൂറ് കഴിഞ്ഞ് ഉടനെ നമുക്ക് തിരിച്ചു പോരണം. ഇല്ലെങ്കിലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് പപ്പി എന്നെ കാണാതെ വിഷമിക്കും. ഇതൊരു നടക്കൊന്നും പോകുന്നു തോന്നുന്നില്ല. പിന്നെ അമ്മേ, തിരിച്ചു പോരുമ്പോഴേ കുറേ സാധനങ്ങൾ വാങ്ങിക്കണം കേട്ടോ. കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് വാങ്ങിക്കണം. അവരും ടൂർ പോയിട്ട് വരുമ്പം ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതാ. എന്നാ നമുക്ക് പോവാനായിട്ട് ഇറങ്ങാം. ശാരദാമ്മയെ വിളിക്കാം. ശാരദാമ്മേ.